ഈ സിറ്റിയിലെ ഏറ്റവും തലതെറിച്ച പിള്ളേരെ ഇവിടെ പഠിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിനൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എല്ലാത്തിനും ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വിദ്യാർത്ഥികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല സർ. അധ്യാപകരുടെ കൂട്ടത്തിലും കുഴപ്പക്കാരില്ലേ എന്ന് കരുതി അധ്യാപക വർഗം മോശമാണെന്നൊരു ജനറലൈസേഷൻ നടത്താൻ പറ്റുമോ സർ? എന്തായാലും ഇവിടുത്തെ കുട്ടികളുമായി അല്പം സൂക്ഷിച്ചേ ജോണി സാർ ഇടപെടാവും. സാറിന്റെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയും കണ്ട് പ്രവർത്തിച്ചോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ പ്ലീസ്. പിന്നെ സാറിന് അത്രയ്ക്ക് അങ്ങോട്ട് നീട്ടി വിളിക്കണ്ട. അങ്ങനെ വിളിക്കാറാവുമ്പോ ഞാൻ പറയാം. ഇതെന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പരിചയക്കുറവ് എനിക്കുണ്ടാവും. പിന്നെ ടീച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ്. ഒരു നല്ല അധ്യാപകനായിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനാണ് പ്രൊഫസർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിന്ന് സമാസങ്ങളെ കുറിച്ച് പഠിക്കാം. കാർട്ടൂൺ നന്നായിട്ടുണ്ട്. എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് വരച്ചാൽ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ ക്യാപ്ഷനിൽ ഒരു ഇൻസൾട്ടിംഗ് ഉണ്ട്, അല്പം ബാഡ് ടേസ്റ്റ്. അതത്ര തമാശയായിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അധ്യാപകരെ പൂവിട്ട് പൂജിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ 10 അക്ഷരം പറഞ്ഞു തരുന്ന ആളെ അപമാനിക്കുന്ന അത്ര നല്ല കാര്യമല്ല. പിന്നെ വീട്ടിലുള്ളവരെ പരിഹസിക്കുന്നത് അത്ര സ്പോർട്ടീവായിട്ട് എടുക്കാനുള്ള വിശാല മനസ്സും എനിക്കില്ല. ആരാണ് ഇത് എഴുതിയത്? ആരാ ഇത് എഴുതിയെന്ന്? ശിക്ഷിക്കാനല്ല, പറയൂ. ആർക്കാണ് എന്റെ അച്ചായനോട് ഇവിടെ ഇത്രയും വിരോധം? വെരി സോറി. ആരാണ് ഇത് എഴുതിയെന്ന് പറയാതെ ഞാനിന്ന് ക്ലാസ് എടുക്കുന്നില്ല. മെറീന, സ്റ്റാൻഡ് അപ്പ്. കുട്ടിയാണോ ഇത് എഴുതിയത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനല്ല. സൈലൻസ്, സൈലൻസ്. ഒരു തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗട്ട്സ് എങ്കിലും കാണിക്കണം. കുടുംബ വഴക്ക് കോളേജിൽ കാണിക്കാൻ വന്നാലുണ്ടല്ലോ, കോഴിപ്പള്ളിയിലെ വലിയ കൊച്ചമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് പല്ലടക്കും. ആ, എന്നാ നമുക്ക് തുടങ്ങാം. നിക്കി ജോണി സാറേ, എന്നെ മനസ്സിലായോ? ഞാൻ കോഴിപ്പള്ളി ജെയിംസ്, ഇവിടുത്തെ വിദ്യാർത്ഥി. ഇത് ചേട്ടൻ കോഴിപ്പള്ളി പീറ്റർ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി. ജോലി കിട്ടുന്ന ചെലവൊന്നും ചെയ്തില്ലല്ലോ. സാറ് ചെലവൊന്നും ചെയ്യണ്ട. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ ഞങ്ങളെ പെങ്ങളെ കളിയാക്കുവല്ലടാ. വേണ്ട പീറ്റർ, കണക്കുകളൊക്കെ നമുക്ക് കോളേജിന് പുറത്ത് വെച്ച് തീർക്കാം. പീറ്റർ, വേണ്ട. വേണ്ടെന്നാ പറഞ്ഞത്. ഇതൊരു കോളേജാണ്. വേണ്ട. എന്താടാ? വേണ്ട. എന്താടാ? വേണ്ടെന്നാ പറഞ്ഞത്. എന്താടാ? എന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട്. എന്താടാ? വേണ്ടെന്നാ പറഞ്ഞത്. എന്താടാ? വേണ്ട. എന്താടാ? നീ കളിയാക്കോടാ. എന്റെ പെങ്ങളെ കളിയാക്കോടാ. വേണ്ട വേണ്ട,
നിങ്ങളുടെ ഒരു വിശദീകരണവും ആവശ്യമില്ല. അല്ല സാർ, ചാർജ് എടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളുമായി വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാർ ജോയിൻ ചെയ്ത ദിവസം തന്നെ അധ്യാപകൻ ഒരു വിദ്യാർത്ഥി തല്ലാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഏർപ്പാടാണ്. എടോ, ഇയാൾ എന്തിനാണ് വിദ്യാർത്ഥികളുമായിട്ട് അടികൂടിയത്? സാർ അടിച്ചില്ലായിരുന്നെങ്കിൽ സാറിന് എന്റെ വീട്ടിൽ റീത്തുമായിട്ട് വരേണ്ടി വന്നേനെ. നോ, കുട്ടികൾ വഴക്കുണ്ടാക്കാൻ വന്നാലും നിങ്ങൾ സംയമനം പാലിക്കേണ്ടതായിരുന്നു. സാർ വികൃതി കാണിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു അധ്യാപകൻ വഴക്ക് പറയുന്നത് ചെറുതായിട്ടൊന്ന് തല്ലുന്നത് അത്ര പാവമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ തല്ലുന്നത് ഗുരുത്വദോഷമാണ്. എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. നെവർ. തന്നെ പോലെ സ്റ്റുപ്പിഡിറ്റി ഒന്നും ഞാൻ കാണിക്കില്ല. പിന്നെ സാർ എന്ത് ചെയ്യും? പ്രതികരിക്കാതെ സംയമനം പാലിക്കും. ഉറപ്പാണ്? ആ, ഉറപ്പ്. എന്താ ഇത്? തന്റെ തലക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പിള്ളേരുടെ കഴിഞ്ഞപ്പോ പ്രിൻസിപ്പലിന്റെ നേരെയായോ? സാർ എന്തിനാ ഇപ്പൊ കൈകൊണ്ട് തടുത്തത്? സാർ ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ. ഒരു വസ്തു നമ്മുടെ നേരെ വന്ന് വീഴുമ്പോഴോ ആരെങ്കിലും നമ്മളെ അടിക്കാൻ കൈയോങ്ങുമ്പോഴോ നമ്മൾ അറിയാതെ കൈകൊണ്ട് തടുക്കും. അത് പ്രതിരോധമാണ്, ആക്രമണമല്ല. അത് മനസ്സിലാക്കണം. സാർ ഇവിടുത്തെ മലയാള അധ്യാപകനാണ്, കരാട്ടെ മാഷ് അല്ല. ആ, സാർ അവിടെ കാണാൻ പോയിരുന്നേ. താങ്ക് യു സാർ. സാർ പറയുന്നുണ്ട് വേറൊന്നും തോന്നരുത്. ജോയിൻ ചെയ്യാൻ നേരത്തെ സാറ് തന്നെയല്ലേ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് സൂക്ഷിച്ചിടപഴകണമെന്ന്? തടി കേടാകാതിരിക്കാൻ ഞാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. സാർ ചിന്താവിഷ്ടയായ സീരിയൽ കുമാരനാശം പറഞ്ഞിട്ടുണ്ട്, കുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ. മതിയല്ലേ സാർ? ആ, പഠിപ്പീരൊക്കെ ക്ലാസ്സിൽ മതി. എനിവേ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാർ കുറച്ചുകൂടി കൺട്രോൾഡ് ആവണം. ശ്രമിക്കാം സാർ. ആ, യു ക്യാൻ ഗോ. സാർ താങ്ക് യു സാർ. ഇനി വല്യമ്മയുടെ വീട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിരുന്ന് പോക്ക് തീർന്നു. ഈ വയസ്സുകാലത്ത് മണവാള മണവാട്ടിന്ന് ഓരോരുത്തരും വിളിക്കുന്ന കേൾക്കുമ്പോ വലിയ ചമ്മല. അച്ചാമ്മയെ കാണുമ്പോ എനിക്കും അത് തോന്നാറുണ്ട്. നമ്മുടെ കല്യാണം കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നെന്ന്. ദേ തുടങ്ങി. ചുമ്മാ നടന്നുവാ. എടാ ചാക്കോച്ച, ആ വരവ് കണ്ട നീ ഒന്ന് ഇടത്തോട്ട് ചേർത്തെടുക്കടാ. നിർത്ത്. ഓ, എന്നാ പറ്റി? ചെളിവെള്ളം തെറിച്ചല്ലേ? ഓ എന്റെ കൊച്ചെ, വഴിയിലൂടെ നടക്കുമ്പോ നോക്കിയും കണ്ടും നടക്കണ്ടേ? ഗൾഫിൽ ഈ പറഞ്ഞ ചെളിയും വെള്ളമൊന്നും ഇല്ലല്ല. ചെളിയും വെള്ളമൊന്നും ഇല്ലെങ്കിലും അവിടെ വെച്ച് ഒത്തിരി അഴുക്കായതല്ലേ. ഓ സാരമില്ലെന്ന്. എന്തൊക്കെയായാലും കാശുണ്ടാക്കണുണ്ടല്ല. ഒന്ന് കുളിച്ചാ പോകാത്ത അഴുക്കണ്ട. മക്കള് കാട്ടിക്ക് ചെന്ന് 4 ലൈഫ് ബോയ് സോപ്പ് വാങ്ങി നല്ലോണം ഒന്ന് തേച്ചൊരച്ച് കുളിച്ചാ മതി. ആ ചെല്ല് ചെല്ല്. അച്ചാമ്മയെ കൂടെ നടന്നു. വേണ്ട ചായ വഴക്കുണ്ടാക്കല്ലേ. നീ അങ്ങോട്ട് നടക്കേ. എന്നാ പിടിച്ചോ, ചെല്ലേ. ഒന്ന് നിന്നേ. കാട്ടെങ്കിലേക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഓ, ഞാൻ പാടത്തെ ചേറിലും ചെളിയിലും കിടന്ന് പണിയെടുക്കുന്നവനാ. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പാവം അവളോട് ഇത് വേണ്ടായിരുന്നു. സാരമില്ല, താൻ പറഞ്ഞതുപോലെ ഒന്ന് തേച്ചരച്ച് കുളിച്ചാ പോകാവുന്ന അഴുക്കേ ഉള്ളൂ ഒക്കെ. പക്ഷെ തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, 7 ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. കുടുംബം പോറ്റാൻ വേണ്ടി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ അഴുക്കിലാണെന്ന് പറഞ്ഞ തന്റെ ഈ മോനോട് അവന്റെ അമ്മയെ താൻ ചവിട്ടിക്കൊന്ന കഥയൊന്ന് പറഞ്ഞു കൊടുക്കണോ? താൻ പാട്ടത്തിന് കൊടുത്ത പുത്തരിക്കണ്ടം പാടത്ത് വിളവെടുക്കാൻ വന്ന പുന്നപ്പുറക്കാരൻ മുതലാളി താനില്ലാത്ത നേരത്ത് പാതിരായിക്ക് തന്റെ വീട്ടിൽ വന്ന് വിളവെടുത്ത കഥ തന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കണോ? പോക്കിരിത്തരം പറയുന്നോടാ തെണ്ടി. സാരമില്ലെന്നേ, കോഴിപ്പള്ളി പോയി 4 ലൈബോയ് സോപ്പ് വാങ്ങി അപ്പനും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചു കുളിച്ചാ മതി. ഈ പുറത്തെ അഴുക്കൊക്കെ പൊക്കോളും. പിന്നെ തന്റെ മുടിഞ്ഞ ചൊറിച്ചിലും പോവും. ചേറ്റേ വാ. പിന്നെ നമ്മുടെ അഹമ്മദിനെയും ജൂഡിനെയൊക്കെ കാണാറുണ്ടോ? ആ കാണാറുണ്ട്. എന്താ ചിരിക്കുന്നത്? ഭാർഗവനെ അറിയില്ലേ? ആദ്യം എന്റെ അച്ഛന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പിന്നെ തോറ്റ് എന്റെ ക്ലാസ്മേറ്റ് ആയി. അവസാനം ഭാർഗവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാൻ ഒരു അധ്യാപക സമരം തന്നെ വേണ്ടി വന്നു. അല്ലേ ഭാർഗവ? അയാളിപ്പോ തെങ്ങ് ചെത്തുന്നു, സാറ് കോളേജ് കിടന്ന് ചെത്തുന്നു അല്ലേ? കോളേജിൽ സ്റ്റണ്ട് കഴിഞ്ഞോടെ സാറിന് ഇപ്പൊ ഒരു കളിപ്പേര് വേണ്ടിട്ടുണ്ട്. എന്താ അത്? മലയാളം ബ്രൂസിലി. അത് കൊള്ളാലോ. അല്ല, ആ കാന്താരി വന്നില്ലേ മെറീന? മെറീന ഇനി പഠിക്കുന്നില്ല. എന്തു പറ്റി? സാറ് ഇൻസൾട്ട് ചെയ്തോണ്ട് അവള് പഠിത്തം നിർത്തി. കാര്യം ശരി, അവൾ അഹങ്കാരിയാ. പക്ഷേ അവള് സംഗീതം വേണ്ടെന്ന് വെച്ചതും ഇപ്പോ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചതും നീ ഒരുത്തം കാരണമാണ്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ നാം ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കർത്താവും നമ്മളോട് ക്ഷമിക്കുന്നത്. ഒരധ്യാപകൻ കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥി പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ
ഒരു അധ്യാപകൻ എന്ന നിലയിൽ അയാൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. മെറീന, എന്നോടുള്ള ദേഷ്യത്തിൽ മെറീന പഠിപ്പ് നിർത്തിയെന്ന് കേട്ടു. അത് പാടില്ല. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ വായിൽ തോന്നിയതൊക്കെ നമ്മൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറക്കണം. ഇനി എന്റെ ഭാഗത്തു നിന്നും മെറീനെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. മെറീന നാളെ മുതൽ കോളേജിൽ വരണം. ഇവർക്ക് സമരം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഓക്കെ, നിർത്തൂ. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്റെ ക്ലാസ് ഇരുന്നാൽ മതി. സമരം ചെയ്യണമെന്നുള്ളവർക്ക് പോകാം. ഇങ്ങനെ ഓരോ നിസ്സാര കാര്യത്തിന് സമരം ചെയ്താലേ പോഷണമൊന്നും തീരില്ല. അവസാനം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. രാഷ്ട്രീയക്കാരുടെ സഹായമൊന്നും പരീക്ഷാ സമയത്ത് ഉണ്ടാവില്ല. പഠിക്കാതെ ആരും രക്ഷപ്പെടാൻ പോണില്ല.